അശ്വമേധത്തിലേക്ക് തിരികെ വരാം. ഈ വേദിയിൽ ഇനി കടന്നു വരുന്ന മത്സരാർത്ഥി അത്യുത്തര കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ എന്ന ഗ്രാമത്തിൽ നിന്നും എത്തുന്നു. ഒരു ബിസിനസ് കൺസൾട്ടൻ്റാണ്. ഒരുപാട് ആശയങ്ങൾ ബിസിനസ് മേഖലയെക്കുറിച്ച് പങ്കുവയ്ക്കുവാനും കൂടിയാണ് ഈ വേദിയിലേക്ക് ആ മത്സരാർത്ഥി എത്തുന്നത്. ശ്രീ ജിതിൻ ജോർജ്, വാക്കിൻ. എങ്ങനെയാണ് അശ്വമേധത്തിലേക്ക് എത്തപ്പെട്ടത്? അശ്വമേധം വളരെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമായിരുന്നു ഈ ഒരു വേദിയിൽ വരിക. കാര്യം സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സാറിൻ്റെ ആക്ടിവിറ്റിയിൽ അങ്ങനെ ഒരു പ്രസംഗത്തിലും ക്വിസിലൊക്കെ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയിൽ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആയപ്പം അപ്ലൈ ചെയ്തിരുന്നു. ദെൻ ഇവിടെ നിന്ന് ഒരു കോൾ കിട്ടി. മെയിലിലൂടെയാണ് അപേക്ഷ? അതെ അതെ. ആരൊക്കെയുണ്ട് കുടുംബത്തിൽ? പപ്പ മമ്മി പെങ്ങളാണ് ഉള്ളത്. കാസർഗോഡ് ജില്ലയിലെ ഒരു മലയോര കുടിയേറ്റ ഗ്രാമമാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലയോട് ചേർന്നുള്ള ഒരു കിഴക്കൻ മലയോര പ്രദേശം. മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ജിതിൻ്റെ ബിസിനസ് കൺസൾട്ടൻസികളെക്കുറിച്ച് പ്രേക്ഷകർക്കും എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. ബിസിനസ് നമ്മൾ സ്കൂളിലും അല്ലെങ്കിൽ കോളേജസിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവൻ MBA ആയിക്കോട്ടെ, പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു പ്രൊഫഷണലി ഒരു ബിസിനസ്സുകാരൻ എങ്ങനെ ബിസിനസ് തുടങ്ങണം, ഇപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി ആദ്യമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുവാണ്. ഇത് എവിടെ തുടങ്ങണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ പിച്ച് ചെയ്യണം, എവിടെ ഫണ്ട് കിട്ടും, എവിടെയാണ് മാർക്കറ്റ്, എങ്ങനെ, ഇതിനെക്കുറിച്ച് യാതൊരുവിധ അറിവും നമ്മുടെ ഈ സൊസൈറ്റി എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിക്കോട്ടെ, ഒരു നിലവിൽ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ കൊടുക്കുന്നില്ല. കാര്യം പ്രൊഫഷണൽ ലോകത്തു നിന്ന് നമ്മൾ വളരെ അന്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പ്രൊഫഷണലി ബിസിനസ് മേഖലയിലേക്ക് വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ഒട്ടനവധി ആൾക്കാരെ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ബിസിനസ് മേഖലയിലേക്ക് ഇറങ്ങാനും വിജയിപ്പിക്കാനും സാധിച്ചു എന്നുള്ളതൊരു അഭിമാനകരമായ കാര്യം. നമ്മുടെ ഒരു എംപ്ലോയ്മെൻറ്റ് കൾച്ചറിൽ നിന്ന് കുറച്ചൊക്കെ ഡിഫറൻസ് നമ്മളെ കൊണ്ടാവുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കാലിക്കറ്റും അതുപോലെ തന്നെ കൊച്ചിയാണ് നമ്മളുടെ ബിസിനസ് ലൊക്കേഷൻസ് എന്ന് പറയുന്നത്. അവിടെ നിരവധി ആൾക്കാരെ, എസ്പെഷ്യലി ചെറുപ്പക്കാർ, എൻ്റെ ക്ലയൻസിൽ ഒരു പരിധിവരെ ഒരു 25 വയസ്സിൻ്റെ റേഞ്ചിലുള്ള ആൾക്കാരാണ് കൂടുതലും എന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം. കൺസൾട്ടൻസിയുടെ പേര്? കൺസൾട്ടിൻ്റെ പേര് സ്കെയിൽ സൊല്യൂഷൻ ആണ്. സ്കെയിൽ സൊല്യൂഷൻസ്. യെസ്. അപ്പോൾ അങ്ങനെ ബിസിനസ്സിൻ്റെ ഒരു മേഖലയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക, പ്രൊഫഷണലി വളർത്തുക, അല്ലെങ്കിൽ ഒരു സോ ബേസിക്കലി യു ടീച്ച് ദം ദ സ്കെയിൽ ആൻഡ് സ്കോപ്പ്. യെസ് യെസ്. അതെ അതെ. ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്കൊക്കെ ബിസിനസ്സുകളെ വളർത്തുക എന്ന് പറയുന്ന കാര്യം. ഒരാളില്ലെങ്കിൽ പോലും ബിസിനസ്സിനെ എങ്ങനെ, കുറേ നാടൻ കച്ചവടക്കാരുണ്ടാവും, അവർക്കൊക്കെ അടുത്ത തലത്തിലേക്ക് വളരണം എന്ന് ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയെന്ന് അറിയത്തുണ്ടാവില്ല. അപ്പോൾ അവരെ അടുത്തൊരു ഘട്ടത്തിലേക്ക് വളർത്തുക എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ അങ്ങനെ ഒരു പ്രൊഫഷണൽ സംവിധാനമില്ല. അപ്പോൾ ആ പ്രൊഫഷണൽ സംവിധാനത്തിൻ്റെ ഒരു സ്റ്റെപ്പിംഗ് ആയിട്ടാണ് നമ്മളുടെ സെഗ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ഒട്ടനവധി ആൾക്കാരുടെ ലൈഫിൽ മാറ്റം വരുത്താൻ സാധിക്കുന്നത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. സാറിന് അതറിയാലോ, ഈ ഒരു ഇൻഡസ്ട്രിയുടെ, ബിസിനസ് ഇൻഡസ്ട്രി. വൈഫിൻ്റെ പേരെന്താ? അല്ല, മാരീഡ് അല്ല. മാരീഡ് അല്ല. അപ്പോൾ ജിതിൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ജിതിൻ ജോർജ് എന്ന ഈ ബിസിനസ് കൺസൾട്ടൻറ്റിനോടൊപ്പം വ്യവസായം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ മനസ്സിലേക്ക് അതിൻ്റെ സ്കെയിലിനെക്കുറിച്ച്, അതിൻ്റെ സ്കോപ്പിനെക്കുറിച്ചൊപ്പം അതിൻ്റെ പ്രിക്കോഷൻസിനെക്കുറിച്ചും അഡ്വാൻറ്റേജസിനെക്കുറിച്ചും കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്വാറ്റ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ്, ഇവയെല്ലാം പഠിപ്പിച്ച് മികച്ച കച്ചവടക്കാരാക്കി പ്രൊഫഷണൽ സമീപനത്തോടെ അവരെ മാറ്റാൻ ശ്രമിക്കുന്ന ഈ മാന്യ സുഹൃത്തിനോടൊപ്പം ആദ്യ മേഖലയിലേക്ക്. യു ആർ ദ ഗ്രാൻഡ് മാസ്റ്റർ, സോ കം ലെറ്റ്സ് പ്ലേ, ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. താങ്കൾ കണ്ടെത്തേണ്ട ഉത്തരത്തെക്കുറിച്ചുള്ള ആദ്യത്തെ സൂചന. താങ്കൾ കണ്ടെത്തേണ്ടത് ഒരു വ്യക്തിയാണ്. വാരണാസിയിൽ ജനിച്ചു, ഗ്വാളിയറിൽ മരിച്ചു, ഒരു മറാത്ത ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു. നോ ഐഡിയ. നെക്സ്റ്റ് ക്ലൂ. മൊറോപന്ത് ടാംബയുടെയും ഭാഗീരഥി സാപ്രയുടെയും മകളാണ്. ഭാഗീരഥി ബായി എന്നും പറയാറുണ്ട്. ഗസ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ ക്ലൂവിലേക്ക് പോവാം. ഭർത്താവിൻ്റെ പേര് ഗംഗാധർ റാവു എന്നാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ മകൻ മരിച്ചതിലെ ദുഃഖത്തിൽ ഭർത്താവും പെട്ടെന്ന് മരിക്കുകയുണ്ടായി. ഇല്ല. നാലാമത്തെ ക്ലൂ. ഗംഗാധർ റാവുവിൻ്റെ ഈ വിധവയുടെ പേരിൽ ഇന്ത്യൻ ആർമിയിൽ ഒരു റെജിമെൻറ്റിന് തന്നെ ഈ വ്യക്തിയുടെ പേരാണ്. ആ വ്യക്തിയെക്കുറിച്ചുള്ള അവസാനത്തെ സൂചന അത് ഞാൻ പറയാം, ചിത്രം കണ്ട് വഷളാവണ്ട. ആ വ്യക്തി കൊല്ലപ്പെട്ടത് 1858 ആ വ്യക്തി മരിച്ചു കിടന്നപ്പോൾ അവരുടെ ശവശരീരത്തിനരികിൽ ചെന്ന ഒരു ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ അവരുടെ ഡെഡ് ബോഡിയുടെ അരികിൽ ചെന്നിട്ട് ആദരവോടെ പറഞ്ഞു, ഇത് അവരാണ്,
ഒരു സ്ത്രീയെക്കുറിച്ചാണ് എന്ന് പറഞ്ഞല്ലോ. ഇതവരാണ് ഈ പോരാളികൾക്കിടയിലെ ഏറ്റവും കരുത്തുള്ള പുരുഷനാണ് എന്ന് ഈ പോലീസുകാരൻ പറഞ്ഞു. ഝാൻസി റാണി. ഉറക്കെ പറഞ്ഞോളൂ. ഝാൻസി റാണി ലക്ഷ്മിഭായ്. ഝാൻസി റാണി ലക്ഷ്മിഭായ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള പേരല്ലേ ഝാൻസി റാണിയുടേത്. ഭർത്താവിൻ്റെ മരണത്തെ തുടർന്ന് ദത്തെടുത്തു ദാമോദർ റാവുവിനെ. ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോഴാണ് അവർ 887 സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങുന്നത്. ഗ്വാളിയറിൽ വെച്ചാണ് അവർ കൊല്ലപ്പെടുന്നത്. ഝാൻസി റാണിയുടെ പേരിലുള്ള റെജിമെൻ്റ് ഉണ്ട് ഇന്ത്യൻ സൈന്യത്തിൽ. വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. മണികർണികയൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരുന്നു അല്ലേ. ധീരയായ ഝാൻസി റാണിയെ കണ്ടെത്തുന്നു. താങ്കൾക്ക് അശ്വമേധത്തിൽ ഏർപ്പെടാൻ അവസരവും ലഭിക്കുന്നു. അഭിനന്ദനം. അനീഷ പ്ലീസ്. ശരി, ആരംഭിച്ചാലോ? ഓ ഷുവർ. ശ്രീ ജോ ആൻ്റണി, ഇസ് ഇറ്റ് അപ്രൂവ്ഡ്? ഓക്കെ, അപ്രൂവ്. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് ജിതിൻ ജോർജും ഒരുമിച്ച് ഞാൻ പ്രവേശിക്കുന്നു. ഈ ബിസിനസ് കൺസൾട്ടൻറ്റിന് ഒരുമിച്ച് യാഗം. ഒന്നാമത്തെ ചോദ്യം, താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രധാന പ്രവർത്തന മേഖല ബിസിനസ് അല്ലെങ്കിൽ വാണിജ്യവുമായോ വ്യവസായവുമായോ ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണ്? അല്ല. 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 7 ഹാബിറ്റ്സ് ഓഫ് സക്സസ്ഫുൾ ബിസിനസ്മെന്നിലോട്ടൊക്കെയാണ് എൻ്റെ മനസ്സ് താങ്കളെ കണ്ടപ്പോൾ പോയത്. ജെയിംസ് ക്ലിയർ. അതെ, ഏറ്റവും കുറഞ്ഞ വർഷം ഡെയിൽ കാർണഗിയെങ്കിലും ആവുമെന്ന് വിചാരിച്ചു ഞാൻ. അല്ല. അല്ല. ഇന്ത്യൻ? അതെ. ആണ്. മലയാളി? അല്ല. സൗത്ത് ഇന്ത്യൻ? അല്ല. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ട്? ഇല്ല. നോർമൽ ഡെത്ത്? അങ്ങനെ പറയാം. 1950 ശേഷം മരണം? അല്ല. 1900 ശേഷം മരണം? അതെ. അതെ. രാഷ്ട്രീയം, കലാസാഹിത്യം? ആണ്. 10 ചോദ്യങ്ങൾ, യജ്ഞം. രാഷ്ട്രീയം? യെസ്. 1900-നും 1950-നും ഇടയിൽ മരിച്ച രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വ്യക്തി? ബന്ധമുണ്ട്. 1925 ശേഷം മരണം? അല്ല. അതിനു മുമ്പ് മരിച്ചു. നോർമൽ ഡെത്ത് ആണെന്നാണ് പറയുന്നത് അല്ലേ? സാധാരണഗതിയിൽ മരണമാണ്. മരിക്കുന്ന പോയിന്റ് നോർമൽ ഡെത്താണ്. അതെനിക്കൊരു ക്ലൂ ആണല്ലോ. ലാത്തി ചാർജിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്നാണോ മരിച്ചത്? ഒന്നുകൂടെ ഒന്ന് ക്ലാരിറ്റി. നോർമൽ ഡെത്ത് എന്ന് പറയുന്നത് നോർമൽ ഡെത്ത് എന്നാൽ കൊലപാതകവും ആത്മഹത്യയും അപകട മരണവും ഒഴിച്ചുള്ളത് നോർമൽ ഡെത്താണ്. നോർമൽ ഡെത്താണ്. ലാത്തി ചാർജിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുമ്പോഴാണോ മരിച്ചത്? അല്ല. ഡെത്തിലപ്പോൾ എന്തോ ഒരു സംഗതിയുണ്ട്, അതാണ് ആ കൺഫ്യൂഷൻ വന്നത്. നോക്കാം. അദ്ദേഹം മരിച്ചപ്പോൾ 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ? ഇല്ല. 1910 ശേഷമാണോ മരിച്ചത്? അല്ല. 16 ചോദ്യങ്ങൾ, രാജസൂയം. ഖുദിറാം ബോസും മദൻലാൽ ഡിംഗ്രയും പ്രഫുല്ല ചാക്കിയും ഹെമു കലാനിയും കൻവർ സിംഗും അടങ്ങുന്ന കനകലത ബർവ അടക്കമുള്ള പുരുഷനാണെന്ന് ആദ്യമേ പറഞ്ഞു. പ്രീതിലത ബർവ, മദൻലാൽ ഡിംഗ്ര, ചപേക്കർ സഹോദരന്മാർ, വസുദേവ് ചപേക്കർ, ഹരി ചപേക്കർ, ബാലകൃഷ്ണ ചപേക്കർ, ഇതെല്ലാം നോർമൽ ഡെത്തിലാണ് വരുന്നത്. ഹെമു കലാനിയുടെ പക്ഷേ നോർത്ത് ഈസ്റ്റ് അല്ല. 1900-ലാണോ മരിച്ചത്? ആണ്. 1900-ന് ശേഷം എന്നാണ് പറഞ്ഞത്. 1900-ലാണോ മരിച്ചത്? ആണോ സാർ? യെസ്. 1900-ന് ശേഷമല്ല. ഞാൻ 1900 മുതലങ്ങ് കാൽക്കുലേറ്റ് ചെയ്തു തന്നുള്ളൂ. ഗാന്ധിജിക്ക് മുൻപേയുള്ള ഗാന്ധിജി എന്ന് ഒരു ചലച്ചിത്രം അതിൻ്റെ തലക്കെട്ടിലൂടെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പുറത്തിറങ്ങിയ ഒരു സിനിമയ്ക്ക്
മഹാത്മാ സെ പഹലെ മഹാത്മാ എന്ന് പേരുണ്ടോ എന്നാണ് ചോദ്യം. ഒന്ന് ലൈഫ് ലൈൻ യൂസ് ചെയ്യാം. ലൈഫ് ലൈൻ വേണം. ഇല്ല, ഒന്ന് ചെക്ക് ചെയ്യൂ സാർ, ഉണ്ടോ എന്ന്. അതൊരു കൺഫർമേറ്റീവ് ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അത് റെഫറൻസ് കുറച്ചുകൂടി തരണം. അദ്ദേഹത്തെക്കുറിച്ച് അല്ല, അത് മനസ്സിലായി. കുറേ ഏത് സ്റ്റേറ്റിലുള്ള ആളെ കുറിച്ചാണെന്നോ എന്തെങ്കിലും കൂടുതൽ റെഫറൻസ് നമുക്ക് കിട്ടിയാൽ അത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അപ്പോൾ അത് ചോദ്യം അനാവശ്യമായി പോയിരിക്കും, അധികമായി പോകും. അതല്ല എങ്കിൽ ഞാൻ ആ ചോദ്യം സ്റ്റേറ്റിനെ കുറിച്ച് ചോദിക്കേണ്ടല്ലോ എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള സിനിമകൾ ഉണ്ടോ? അത് ഞാൻ വിചാരിക്കുന്ന ആളിനെ കുറിച്ച് ഒരു സിനിമയല്ല, ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സിനിമ മഹാത്മാ സെ പഹലെ മഹാത്മാ എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ സിനിമ. ശരി, എന്നാൽ ആ ചോദ്യം പിൻവലിക്കാം. പകരം വേറൊന്ന് ചോദിക്കാം. അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ, അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി എഴുതിയ ഒരു പ്രശസ്തയായ എഴുത്തുകാരിയുടെ പ്രശസ്തമായ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ടോ? യെസ്, ഉണ്ട് സർ. യെസ്. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ എഴുത്തുകാരിയുടെ പ്രശസ്തമായ കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി ഇദ്ദേഹത്തിൻ്റെ ജീവിതമാണോ എന്നാണ്. ജീവിതവും പോരാട്ടവുമാണ്. അപ്പോൾ അതാണ് സാർ, മഹാത്മാ സെ പഹലെ മഹാത്മാ എന്ന് പറയുന്ന സിനിമ അദ്ദേഹത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം ഉണ്ടോ? ഉണ്ട്. ജൂറി എന്നോട് നേരത്തെ ആവശ്യപ്പെട്ട ക്ലാരിഫിക്കേഷൻ എന്ന ചോദ്യം എനിക്ക് ചോദിക്കാൻ കഴിയാത്തതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതൊരു കൺഫർമേറ്റീവ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റേറ്റ് ചോദിക്കാമെന്ന് കരുതിയത്. രണ്ട്, താങ്കൾ വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് ഒരു സ്റ്റേറ്റ് എന്ന് ചോദിക്കാൻ കഴിയില്ല. കാരണം താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പ്രദേശം ഇന്നുൾപ്പെടുന്ന സ്റ്റേറ്റ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റേ ഇല്ല. ആ കാലഘട്ടത്തിലുള്ള സ്വതന്ത്ര ഭാരതത്തിലും ഇല്ല. കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങൾക്ക് 6-8 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ആ സ്റ്റേറ്റ് ഉണ്ടാകുന്നത്. എങ്കിലും ഒന്ന് കൺഫർമേറ്റീവ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ് ചോദിക്കണം എന്ന് ജൂറി പറഞ്ഞതുകൊണ്ട് ചോദിക്കാം. താങ്കൾ വിചാരിച്ച വ്യക്തി ജനിച്ച സംസ്ഥാനവും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഇതിഹാസ താരമായ MS ധോണിയുടെ സംസ്ഥാനവും ഒന്നാണ്. അതെ. 25 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഏറെ ചെറിയ പ്രായം മുതൽ പോരാട്ടത്തിലേർപ്പെട്ടു. പോരാട്ടം എന്നതിന് മഹത്തായ വിപ്ലവം എന്നുകൂടി അർത്ഥമുണ്ട്. ഈ ഭൂമിയുടെ അവകാശികൾ ഇക്കാണുന്ന സിവിലൈസ്ഡ് സൊസൈറ്റികളൊന്നുമല്ല. ഈ ഭൂമിയുടെ, അത് ഇന്ത്യ എന്നോ ഓസ്ട്രേലിയ എന്നോ അല്ല, ഈ ലോകമെമ്പാടുമുള്ള ഭൂമിയുടെ അവകാശികൾ ഭൂമിയിൽ ആദ്യം വസിച്ച മനുഷ്യരാണ് എന്ന് ഉറച്ച പ്രഖ്യാപനമുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ കലാപങ്ങളിലൊന്ന് ഇന്ത്യയുടെ ആദിവാസി പ്രക്ഷോഭമാണ്. ആ പ്രക്ഷോഭത്തിന് നടുനായകത്വം വഹിച്ച മനുഷ്യൻ മരിക്കുമ്പോഴുള്ള പ്രായം 25 വയസ്സാണ്. 1900-ലാണ് മരിക്കുന്നത്. 1900 അയാൾ മരിക്കുമ്പോൾ അയാൾക്ക് 25 വയസ്സാണ്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ അയാൾ മരിക്കുന്നത് ജയിലിൽ കിടന്നാണ് മരിക്കുന്നത്, അല്ലേ? ജയിലിൽ കിടന്ന അസുഖം വന്നാണ് മരിക്കുന്നത്. അസുഖം വന്നാണ്, പക്ഷേ ജയിലിൽ വെച്ചാണ് മരിക്കുന്നത്. ജയിലിൽ കിടന്നാണ് മരിക്കുന്നത്. അതിനു മുമ്പ് ഇയാളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചതാണ്, പക്ഷേ ജയിലിൽ കിടന്ന് മരിച്ചു. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആ ചിത്രമുണ്ട്. നിരവധി സിനിമകൾ പിന്നീട് പുറത്തിറങ്ങി. ജ്ഞാനപീഠ ജേതാവായ മഹാശ്വേതാദേവിയുടെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമുണ്ട്. എന്താ, ആരണ്യ അധികാർ, അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് ആ പുസ്തകത്തിൻ്റെ. ഗാന്ധിജിക്ക് മുൻപേയുള്ള ഗാന്ധിജി എന്നാണ് ആ സിനിമ അതിൻ്റെ തലക്കെട്ടിൽ. ദേവൻ എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. എന്താണ് ദേവൻ എന്നായിരുന്നു ട്രൈബൽ കമ്മ്യൂണിറ്റി അവർ ഇന്നും വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. അതെ, തീർച്ചയായും. അതുകൊണ്ട് തന്നെ ആ മനുഷ്യനാര് എന്നിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും പരിചിതമാണ്. ആ പേരും ആ ഉത്തരവും. അത് ഇന്ത്യൻ വിമോചനത്തിൻ്റെ കാടിൻ്റെ മക്കളുടെ നായകനായ ആ പോരാളി ബിർസ മുണ്ട. ശരിയല്ലേ? യെസ്. ബിർസ മുണ്ട 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു ആദിവാസി സ്വാതന്ത്ര്യ സമര നേതാവ്. മുണ്ട എന്ന ആദിവാസി വിഭാഗത്തിൽ ജനിച്ച ബിർസ ബ്രിട്ടീഷുകാർക്കെതിരെ മുണ്ട ആദിവാസികളുടെ ഉദ്ഗുലാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. പിന്നീട് തടവിലാക്കപ്പെട്ടു. ജയിലിൽ വെച്ച് കോളറ ബാധയെ തുടർന്ന് മരണമടഞ്ഞതായി റിപ്പോർട്ടുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ബിർസ മുണ്ടയുടെ ഛായാചിത്രം തൂക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആദരിക്കപ്പെടുന്ന ഒരേയൊരു ആദിവാസി നേതാവും ബിർസ മുണ്ടയാണ്.
ജ്ഞാനപീഠ ജേതാവായ മഹാശ്വേതാ ദേവിയുടെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച അരണ്യ അധികാർ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് ബിർസ മുണ്ട. ഇദ്ദേഹത്തിന്റെ ജീവിതം സിനിമകൾക്കും ആധാരമായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം. താങ്ക് യു. വരാനിരിക്കുന്ന ഒരുപാട് വിജയികളാകുന്ന ബിസിനസ്സുകാർക്ക് ആദ്യ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ താങ്കൾക്ക് ഇനിയും കഴിയട്ടെ. ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം. താങ്ക് യു. ഒപ്പം കാസർഗോഡ് ജില്ലയിൽ താങ്കളുടെ ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഞങ്ങളുടെ സ്നേഹമറിയിക്കുക. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലല്ലാതെ കൈരളി TV-യിലൂടെ തന്നെ തിങ്കൾ മുതൽ വ്യാഴം വരെ 9:30 മണിക്ക് അശ്വമേധം പണ്ട് കാലങ്ങളിൽ അവർ കണ്ടിരുന്നതുപോലെ വീണ്ടും കാണുവാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.